കുമ്പളം ആരിക്കാടിയിലെ ടോൾ പ്ലാസയിൽ എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. നടത്തിവരുന്ന സത്യാഗ്രഹത്തിന് ബഹുജന പിന്തുണ ഏറുന്നു. ബുധനാഴ്ച രാവിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗത്തീമുമാർ ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിൽ എത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ യേനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. ദേശീയപാത 66 കുമ്പളം ആരിക്കാടിയിലെ ടോൾ പ്ലാസയിൽ ചട്ടവിരുദ്ധമായി നടത്തുന്ന ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ചേശ്വരം എം.എൽ.എ. എ.കെ.എം. അഷ്റഫിന്റെ നേതൃത്വത്തിൽ കർമ്മസമിതി അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുന്നത്. ചൊവ്വാഴ്ച രാവിലെ ടോൾ പ്ലാസയ്ക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് സമരം ആരംഭിച്ചത്. തിങ്കളാഴ്ച നടന്ന ഉപരോധ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് എം.എൽ.എ. അടക്കമുള്ള സമരസമിതി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് പിന്നാലെയാണ് എം.എൽ.എ. അനിശ്ചിതകാല സത്യാഗ്രഹ സമരവുമായി രംഗത്തിറങ്ങിയത്. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ സമരത്തിന് പിന്തുണയുമായി നിരവധി ആളുകളാണ് പന്തലിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രിയിൽ പന്തങ്ങളും വാദ്യമേളങ്ങളും എല്ലാമായി നാനാഭാഗങ്ങളിൽ നിന്നുള്ള ബഹുജനങ്ങൾ സമരത്തിൽ ശക്തി പകരാനായി പന്തലിലെത്തിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഖത്തീബുമാരും സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഖുത്തുബയുടെ നേതൃത്വത്തിലായിരുന്നു ഇവരുടെ വരവും ഐക്യദാർഢ്യ പ്രഖ്യാപനവും. ടോൾപിരിവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സമയം. ഒരുപാട് സമരങ്ങൾ നമ്മൾ ചെയ്തു. നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. നമ്മൾ നീതിക്ക് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിയമവിരുദ്ധമായിട്ടാണ് ഇവിടെ ടോൾ വന്നിട്ടുള്ളത്. നമ്മളെപ്പോലത്തെ ഒരുപാട് പാവപ്പെട്ടവർ തുച്ഛമായ ശമ്പളത്തിന് ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ ശമ്പളം പോലും ടോളിന് വേണ്ടി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് എന്നുള്ളത്. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിലും ദിവസങ്ങളിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംഘടനകളുമെല്ലാം പിന്തുണയുമായി സമരപ്പന്തലിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ബുധനാഴ്ചയും ഫാസ്ടാഗുള്ള വാഹനങ്ങളിൽ നിന്ന് മാത്രമേ അധികൃതർ ടോൾ പിരിവ് നടത്തിയുള്ളൂ. ടോൾ പിരിവ് ആരംഭിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടില്ലെന്നും അതിനാൽ തന്നെ തൽക്കാലം പിരിവ് നടത്തില്ലെന്നുമാണ് കഴിഞ്ഞ നവംബറിൽ ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. ഈ ഉറപ്പ് നിലനിൽക്കെയാണ് തിങ്കളാഴ്ച രാവിലെ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ടോൾ പിരിവ് ആരംഭിച്ചത്. ഇത് കോടതിയെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന നടപടിയാണെന്നും ഇതിനെതിരെ ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്യുമെന്നും കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.